ഈ പൊന്ന് ധരിക്കാനുള്ള അവകാശം മലയാളിക്കൊരു കാലത്തില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ പുത്തൻ തലമുറ അത്ഭുതം കൂടും. കഷ്ടിച്ച് 200 കൊല്ലമേ ആയിട്ടുള്ളൂ നമുക്ക് സ്വർണം ധരിക്കാനുള്ള അവകാശം ലഭിച്ചിട്ട്. ആസ്തി ഉള്ള ആളുകളും അടിയറ തീർത്ത് സ്വർണം ആഭരണങ്ങൾ പണിയിക്കുന്നതിന് മടി കാണിച്ചു. ഇത് സ്വർണം പണിക്കാരെയും സ്വർണ്ണ കച്ചവടക്കാരെയും പ്രതികൂലമായി ബാധിച്ചു. ഇത് മേനിപ്പൊന്ന് എന്ന് പറയുന്ന നികുതി പിൻവലിക്കാൻ രാജസ്ഥാനത്ത് സമ്മർദ്ദം ഏറി വന്നു. തുടർന്ന് രാജസ്ഥാനത്ത് നിന്ന് ഒരു ഉത്തരവിറങ്ങി. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നില്ലെന്നും അവർക്ക് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ആഭരണങ്ങൾ ധരിക്കാൻ അവകാശമില്ലായിരുന്നു എന്നും ഇതിൽ നിന്ന് വ്യക്തമാകും. അവരുടെ ജാതി പുറത്തറിയിക്കുന്നതിന് വേണ്ടി കല്ലുകൊണ്ടും മരം കൊണ്ടും തീർപ്പിച്ച കല്ലുമാലകളെന്ന് പൊതുവെ വിളിക്കുന്ന ഇത്തരം മാലകൾ ധരിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് പുറത്തിറങ്ങാവൂ, അത് മാത്രമേ അവർക്ക് ധരിക്കാവൂ. അങ്ങനെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി പരമേശ്വരൻപിള്ള അധ്യക്ഷനായിരുന്ന ആ യോഗത്തിൽ വെച്ച് അന്നത്തെ പിന്നോക്ക സമുദായത്തിലെ സ്ത്രീകൾ മുഴുവൻ അവരുടെ കഴുത്തിലെ കല്ലുമാലയും മരംമാലയുമെല്ലാം വലിച്ചെറിയുകയാണ്.